എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പിന്നിട്ട വഴികൾ എന്ന പ്രോഗ്രാമിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടുകൂടെ ഈ പ്രോഗ്രാമിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ സ്നേഹയും അനീഷുമാണ്. സ്നേഹ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയൊരു രോഗത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ദൈവം വളരെ അത്ഭുതകരമായി തന്നെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാൻ തൊക്കിനിടയായി തീർന്നു. ഇന്ന് നമ്മളോടുകൂടെ ആ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അവർ കുടുംബമായി ആയിരിക്കുന്നു. നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Thank you for having us here today. Thank you, Shaisha. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു? ഞങ്ങൾ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. പറഞ്ഞതുപോലെ സ്നേഹയുടെ രോഗത്തിൻ്റെതായ അവസ്ഥയിലൂടെ കഴിഞ്ഞ നാൾ കടന്നു പോകുന്നതിനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നമുക്ക് പ്രേക്ഷകരോട് ആ സാക്ഷ്യങ്ങളൊക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കാൻ തക്കണം ഇടയായി തീരട്ടെ. എങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ ആരംഭം? എനിക്ക് ഫെബ്രുവരി 2025 എൻഡിൽ എനിക്കൊരു ഫീവറും ബോഡി ഏക്ക് ചിൽസും ജനറലൈസ്ഡ് ഒരു ബോഡി പെയിൻ ആണ്. അങ്ങനെയാണ് എൻ്റെ ഈ അസുഖം തുടങ്ങിയത്. അപ്പം ഞാൻ GPയുടെ അടുത്ത് പോകുമ്പോൾ എന്നോട് അവർ ഫ്ലൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്ത് ഇത് ഫ്ലൂ ആണ്. ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. ഞാൻ ഹാൻസ് പാസ്റ്ററിനോട് എല്ലാ സൺഡേ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അപ്പം ഞാനിത് ഫ്ലൂ ആണെന്ന് വെച്ചിട്ട് എൻ്റെ എല്ലാ സിംറ്റംസ് ഫ്ലൂടെ ആയിരുന്നു. അങ്ങനെ വെച്ച് എൻ്റെ ഈ അസുഖം അത് സ്റ്റാർട്ടായത്. എപ്പോഴാണ് ഈ രോഗത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ രോഗം എന്നുള്ളത് തിരിച്ചറിയുന്നത്? എനിക്ക് 2 ആഴ്ച ഫ്ലൂയുടെ സിംറ്റംസ് ആയിരുന്നു. അപ്പോൾ ഈ സിംറ്റംസ് ഒന്നും എനിക്ക് കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ GPയുടെ അടുത്ത് പോയപ്പം അവരെൻ്റെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. ആ ബ്ലഡ്സിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡ്സ് ഒക്കെ വളരെ ഡീറേഞ്ച്ഡ് ആയിരുന്നു. എന്നിട്ട് അവരെനിക്കൊരു ചെക്സ് എക്സ്റേ ചെയ്തപ്പം അതിലെനിക്ക് അവർ കുറച്ച് പാച്ചസ് ഒക്കെ കണ്ടു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഇത് ക്വയറി ലങ് ക്യാൻസർ ആവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഒരു CTയുടെ അപ്പോയിൻമെൻറ്റ് അവർ 2 വീക്സ് കഴിഞ്ഞ് എനിക്കൊരു CTയുടെ അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ പാസ്റ്റർ ഹാൻസിനോടും ഞങ്ങളുടെ ചേർച്ച് മെമ്പേഴ്സിനോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനും അച്ഛനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഓർത്തു, ഞങ്ങൾ ആ സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകണമെങ്കിൽ ഞങ്ങൾക്ക് ചൈൽഡ് കെയർ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതിന് വേണ്ടി ബെസ്റ്റ് ഞാൻ ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ എൻ്റെ മമ്മിയുടെ അടിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കാം, അങ്ങനെ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അച്ഛൻ എൻ്റെ കൂടെ നിൽക്കാം. അങ്ങനെ ഒരു ഡിസിഷൻ ഞങ്ങളൊരു മ്യൂച്വൽ ഡിസിഷനിലെടുത്ത് ഞങ്ങൾ ഇന്ത്യയിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പോയി. അവിടെ ഞാൻ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അഡ്മിറ്റായി അവരുടെ കുറേ ബ്ലഡ്സ് ഒക്കെ ചെയ്തു. കാരണം ഈ ഒരു അസുഖം എന്തുവാ, ഇത് ക്യാൻസർ ആണോ അഥവാ ഇത് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് കുറച്ച് സമയം എടുത്തു. ബിക്കോസ് കുറച്ച് ബ്ലഡ്സും കുറച്ച് സ്കാനുകളൊക്കെ ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ വെച്ചാണ് ഞാൻ എൻ്റെ ഈ അസുഖത്തിൻ്റെ ഡയഗ്നോസിസ് ആവുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ആദ്യം ചെന്നപ്പോൾ കുറേ എനിക്ക് നോർമൽ ഫീവറിൻ്റെ ടൈഫോയിഡ്, മലേറിയ അങ്ങനത്തെ കുറേ ഫീവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ എനിക്കൊരു പെറ്റ് സ്കാൻ, CT സ്കാൻ, അങ്ങനെ ഈ സ്കാനുകളൊക്കെ ചെയ്യുമ്പം എൻ്റെ ലിവറും എൻ്റെ സ്പ്ലീനൊക്കെ കുറച്ച് അവർക്ക് ഡാമേജ് അവർ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു അവർക്ക് സംശയമുണ്ട് ഇത് ബ്രൂസലോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന്. അങ്ങനെ എൻ്റെ ഈ ബ്രൂസലോസിൻ്റെ PCR കൾച്ചറൊക്കെ സെൻഡ് ചെയ്തപ്പം അത് പോസിറ്റീവായിട്ട് വന്നു. അപ്പം ഇന്ത്യയിൽ വെച്ച് അവനെ ജൂപ്പിറ്റർ ഹോസ്പിറ്റലിൽ വെച്ച ബ്രൂസലോസിസ് എന്ന് പറഞ്ഞൊരു ഈ അസുഖത്തിന് ഡയഗ്നോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബ്രൂസലോസിസ് എന്താണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ ആ രോഗത്തിൽ എങ്ങനെയാണ്, അതിൻ്റെ പ്രോഗ്നോസിസ് ഒക്കെ എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ UK-ലായിരുന്നപ്പോൾ എന്നോട് ക്യാൻസറായിട്ട് പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ പോയപ്പം അവർ ഇനീഷ്യലി എനിക്ക് ഫീവറിലുള്ള എല്ലാ ഡയഗ്നോസിസ് അവർ ചെയ്ത് അതെല്ലാം നെഗറ്റീവായിട്ട് വന്നു. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇറ്റ് ലുക്സ് ലൈക്ക് ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്, ഇതിൻ്റെ പേര് ബ്രൂസലോസിസ് ആണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഷുവർ അല്ല, അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വരാൻ. അപ്പം അവരെന്നോട് ഈ ബ്രൂസലോസിന് വേണ്ടിയുള്ള PCR ബ്ലഡ് കൾച്ചറൊക്കെ അവരെടുത്തു. ആ സെയിം ടൈമിൽ അവരെൻ്റെ പെറ്റ് സ്കാൻ, CT സ്കാൻ അങ്ങനത്തെ കുറേ ടെസ്റ്റുകളൊക്കെ സൈഡ് ബൈ സൈഡ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പം എനിക്ക് ബ്രൂസലോസിസ് പോസിറ്റീവായി. എനിക്ക് ഓർമ്മ ഉണ്ട് അതിൻ്റെ ലെവൽസ് 1:160 ഏതാണ്ടോ ആണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് 1:640 ആയിരുന്നു എൻ്റെ ലെവൽസ്. അപ്പോൾ എനിക്ക് അത്രയും ആ മൈക്രോ ഓർഗനിസംസ് എന്നെ ഇൻഫെക്റ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. സ്നേഹ, എപ്പോഴാണ് ഈ രോഗത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്?
എനിക്ക് 2 ആഴ്ച ഫ്ലൂയുടെ സിംറ്റംസ് ആയിരുന്നു. ഞാൻ GP അടുത്ത് പോയി. അവർ ഫ്ലൂ തന്നെയാണ് എന്നോട് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ അത് ഡിറേഞ്ച്ഡ് ആയിരുന്നു. ഞാൻ ഒരു ചെസ്റ്റ് എക്സ്റേ അവരെനിക്ക് ചെയ്തപ്പോൾ അതിനകത്ത് കുറേ ലങ് പാച്ചസ് ഒക്കെ കണ്ടു. അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ പറഞ്ഞു, ക്വയറി ഇത് ലങ് ക്യാൻസർ ആയിരിക്കും, അല്ലെ അവരിങ്ങനെയും പറഞ്ഞായിരുന്നു എനിക്ക് ചിലപ്പോൾ ബ്ലഡ് ക്യാൻസറും ആയിരിക്കുമെന്ന്. എന്നിട്ട് ഞാനപ്പം വാട്ട്സ് നെക്സ്റ്റ് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു CT സ്കാൻ ചെയ്യണം. ആ CT സ്കാനിന് അവരെനിക്ക് 2 വീക്ക് കഴിഞ്ഞിട്ടുള്ള അപ്പോയിൻമെൻറ്റാണ് തന്നെ. അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, ഹാൻസ് പാസ്റ്ററും ഞങ്ങളുടെ ചർച്ചിലെ കുറേ മെമ്പേഴ്സൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മ്യൂച്വൽ ഡിസിഷനിൽ ഞാൻ വന്നു. ഞാൻ ഓർത്തു ഞാൻ ഇന്ത്യക്ക് പോവുകയാണെങ്കിൽ എൻ്റെ പിള്ളേരെ നോക്കാൻ എൻ്റെ മമ്മി ഡാഡി ഉണ്ട്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഹെൽത്തിനെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാം, അച്ഛനെ എന്നെ ടേക്ക് കെയർ ചെയ്യാം. അങ്ങനെ ഒരു ഡിസിഷനിൽ വന്ന് ഞാൻ ഓർത്തു ഇന്ത്യയിൽ പോയി എനിക്ക് ഒരു ബെറ്റർ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇന്ത്യയിലോട്ട് പോയി. ഞാൻ ഇന്ത്യയിൽ ഇനിഷ്യലി പോയപ്പോൾ എനിക്ക് അവർ എന്നെ ട്രീറ്റ് ചെയ്തത് ഫീവറിൻ്റെ എല്ലാ ടൈപ്സ് ഓഫ് ഫീവറിന് വേണ്ടി അവരെന്നെ ഡയഗ്നോസിസ് ചെയ്യാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ ആ റിസൾട്ട്സ് എല്ലാം നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് PET സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് പോയത് എൻ്റെ ഫാമിലി ഡോക്ടറെ അടുത്താണ്. അപ്പം അറ്റ് ദി എൻഡ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെന്ന് തോന്നുന്നു, അപ്പം യു ഹാവ് ടു ഗോ ഫോർ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ജൂപ്പിറ്റർ ഹോസ്പിറ്റലിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ ഈ ഡിസീസ് കണ്ടുപിടിക്കാൻ വളരെ സമയമെടുത്തു. ബിക്കോസ് ഈ ബ്രൂസലോസിസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ PCR കൾച്ചർ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാബിൽ പോകുമ്പം അതിൻ്റെ റിപ്പോർട്ട് വരാൻ കുറച്ച് സമയമെടുക്കും, ഒരു 2 വീക്സ് എങ്കിലും മിനിമം എടുക്കും. അപ്പോൾ ഇവരുടെ ജൂപ്പിറ്ററിൽ ചെന്ന് ഞാൻ ഇവരുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. സൈമിൾട്ടേനിയസ്ലി എനിക്ക് കുറേ പ്രൊസീജിയേഴ്സ് അവർ സൈഡ് ബൈ സൈഡ് ചെയ്യുന്നുണ്ട്, ഇത് ക്യാൻസർ ആണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഇനീഷ്യലി അവരെനിക്ക് ഒരു ബോൺ മാരോ ആസ്പിറേഷൻ ചെയ്തു, അത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിയാൻ വേണ്ടി. അതേ സമയത്ത് എനിക്ക് ബയോപ്സി ചെയ്തു ലിവറുടെ, കാരണം എൻ്റെ ലിവറൊക്കെ ഭയങ്കര ഇൻഫ്ലെയിംഡ് ആയിരുന്നു. അങ്ങനെ എനിക്ക് സ്പ്ലീൻ എൻ്റെ ഡാമേജ്ഡ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടി അവർ സൈമിൾട്ടേനിയസ്ലി കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ റിപ്പോർട്ട് വരുന്നത് എനിക്ക് ബ്രൂസലോസിസ് പോസിറ്റീവ് ആണെന്ന്. ഈ ബ്രൂസലോസിൻ്റെ നോർമൽ റേഞ്ച് ഒരു 1:160 ആണെങ്കിൽ ആ സമയത്ത് എൻ്റെ റിപ്പോർട്ട് 1:640 എനിക്ക് ഉണ്ടായിരുന്നു. അത്രയും എന്നെ ഈ മൈക്രോ ഓർഗാനിസം ഇൻഫെക്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ ഇനിഷ്യൽ ഫേസിൽ എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്, എനിക്ക് ബോഡി പെയിൻ ഉണ്ട്, ചിൽസ് അടിക്കുന്നുണ്ട്. പക്ഷേ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ആസ് ഡേയ്സ് പാസ്ഡ് ബൈ എൻ്റെ ഹെൽത്ത് സ്ലോലി എനിക്ക് ഫീൽ ആവാൻ തുടങ്ങി എൻ്റെ ഹെൽത്ത് ഇസ് ഗോയിങ് ഇൻ ടു എ ബാഡ് ഫേസ് എന്ന്. ആ സമയത്ത് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റർബ്ഡ് ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ പിള്ളേരെ പറ്റി, അവരുടെ ഫ്യൂച്ചർ എന്നാ, എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പിള്ളേരെന്നാ ചെയ്യും, അങ്ങനെ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിൽ പോയി. അങ്ങനെ ഞാൻ കുറേ സേറ്റനിക് വോയിസുകളൊക്കെ ഞാൻ ഇനിഷ്യലി കേൾക്കാൻ തുടങ്ങി. അപ്പം ആ വോയിസ് എന്നോട് ഞാൻ മരിച്ചു പോകും, ഞാൻ ജീവിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടു. പക്ഷെ ഒരു സമയത്ത് ദൈവം എന്നോട് സംസാരിച്ച് എൻ്റെ പ്രോമിസസ് ഒക്കെ ദൈവം എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എല്ലാ പ്രോമിസസ് ഒക്കെ ദൈവം എനിക്കൊരു റീകളക്ട്, ഒരു ഫ്ലാഷ് ബാക്കായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. അതേപോലത്തെ ഞാൻ വളരെ ബ്രൈറ്റ് ലൈറ്റ് ഒരു വാളിൽ കണ്ടു. അന്ന് ദൈവം എന്നോട് സംസാരിച്ചിട്ട് കുറേ എനിക്ക് വാക്കുകൾ, ബൈബിളിലെ കുറേ വേഴ്സസ് ഒക്കെ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബ്രൂസലോസിസ് ഡയഗ്നോസ് ആയി. എൻ്റെ ഹെൽത്ത് ഡേ ബൈ ഡേ വേഴ്സൺ ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിഷ്യലി ഈ ഫീവർ ഹെഡേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വോമിറ്റിംഗ് തുടങ്ങി. വോമിറ്റിംഗ് പറയുമ്പോൾ എനിക്ക് 1 സ്മോൾ മോർസൽ ഫുഡ് പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്നെ അവർ ഫുൾ IV ഫ്ലൂയിഡ്സിലോട്ട് മാറ്റി. സ്ലോലി എനിക്ക് ഒരു ലെഫ്റ്റ് സൈഡ് ലിംപിങ് തുടങ്ങി. ഞാൻ ഫുൾ പിന്നെ ബെഡ് റിഡൻ ആയി. ഞാൻ ഡൈപ്പേഴ്സിലായിരുന്നു. എനിക്ക് ഇന്നീറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഞാൻ മുംബൈയിൽ വെച്ച് തന്നെ എനിക്ക് ഉണ്ടായി. എന്നിട്ട് പക്ഷേ അവർ പറഞ്ഞു ഇത് ബ്രൂസലോസിസിൻ്റെ അല്ലാണ്ട് ഈ ലിവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലെയിംഡ്, ഇതിനകത്ത് കുറേ ഗ്രാനുലോമാസ് എന്ന് പറയും, അങ്ങനെ കാണും. അപ്പം അവർക്ക് ക്വയറി ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് TB ഉണ്ടോ എന്ന് അങ്ങനെ ഒരു സംശയം അവർക്ക് വന്നു. അങ്ങനെ അവരെന്നെ TBയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം എനിക്ക് ലിവർ TB ആണെന്ന് അവർക്ക് ഡയഗ്നോസിസ് വന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട്, കാരണം ഇതിൻ്റെ മെഡിക്കേഷൻസ് ഒരു ലോങ് ടേം മെഡിക്കേഷൻസ് ആണല്ലോ, അപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്ക് അധികം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടത് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയി. അന്ന് എനിക്ക് വയ്യ, പക്ഷേ ഞാനിങ്ങനെ ഓർത്ത് ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് എൻ്റെ പിള്ളേരെയും കാണാമല്ലോ, എൻ്റെ മമ്മി ഡാഡിനെ കാണാം, അങ്ങനെ ഒരു സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ വന്നു. ഒരു 2 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് 3rd ഡേ എൻ്റെ ഹെൽത്ത് പിന്നെയും വളരെ ബാഡായിരുന്നു. പക്ഷേ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് എനിക്ക്
തിരിച്ച് UK പോകണം, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു, എനിക്ക് ഇവിടെ എല്ലാവരെയും കാണണം, അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, പക്ഷെ ഞാൻ UK വരുന്ന ഞാൻ 12 o'clock-നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ 8 മണി വരെ അന്ന് വൈകിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ ആയിട്ട് അവരെ ഞാൻ ഡിസ്ചാർജ് മേടിച്ച ഞാൻ വരുന്നത് UK വന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്, ഞാൻ ഇനി ഓറൽ മെഡിക്കേഷൻസിലാണല്ലോ, അപ്പം ഞാൻ ഓക്കെ ആകും, ഇതൊരു ഈ ഡിസീസ് ഒരു മൈൽഡ് ഡിസീസ്, അത് ഓക്കെ ആവും എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആസ് ഡേയ്സ് പാസ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ ഹെൽത്തിൻ്റെ വളരെ ബാഡ് ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഇനീഷ്യലി അവർ എന്നോട് ഓഫ് കോഴ്സ് അവർക്കൊരു ഡൗട്ടായി എനിക്ക് ഇതിൻ്റെ ബ്രെയിനും സ്പൈനിലും ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കാരണം ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ലിംപിങ് ആയി, ഞാൻ ബെൻഡായി, എനിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരു ഹാഫ് ബെൻഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇവരെന്നെ ഓരോരോ ടെസ്റ്റിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഫസ്റ്റ് എൻ്റെ ടെസ്റ്റ് ചെയ്ത് ഇവരെനിക്കൊരു MRI എൻ്റെ ബ്രെയിനും സ്പൈൻ ചെയ്തു. അന്ന് ഞാൻ ഈ ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ ഈ ടെസ്റ്റൊക്കെ നെഗറ്റീവ് വരണേ. ഈ ഒരു സ്റ്റേജിൽ അത് TB ആണെന്നുള്ള ആ ഒരു അസംഷൻ ആയിരുന്നോ? അപ്പോൾ ഇത് ബ്രൂസലോസിസും TB രണ്ടും ആയിട്ടാണ് എന്നെ ഡയഗ്നോസ് ചെയ്ത് ഇന്ത്യയിൽ ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ ഈ ടെസ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, ഇത് ഉറപ്പായിട്ടും രണ്ടും എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ടെസ്റ്റുകൾ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, പക്ഷേ പിന്നെയും ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരാൻ ഇനി 2 ആഴ്ച എടുക്കും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് അവരെന്നെ ടെസ്റ്റ് ചെയ്തു. ആ സമയത്ത് അവർ പറഞ്ഞു സൈഡ് ബൈ സൈഡ് നമുക്ക് സ്കാനുകളൊക്കെ പിന്നെയും ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഒരു MRI ബ്രെയിനും സ്പൈൻ ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ എൻ്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നപ്പം എൻ്റെ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ആ റിപ്പോർട്ട് വളരെ ബാഡാണ്, കാരണം ഈ ഡിസീസിൻ്റെ ബ്രെയിനിൽ ഒരു വളരെ പ്രോഗ്രസീവ് സ്റ്റേറ്റിൽ എൻ്റെ ബ്രെയിനിലെല്ലാം സ്പ്രെഡ് ആയിരുന്നു. അതുപോലെ എൻ്റെ സ്പൈൻ അവരെന്നോട് പറഞ്ഞു, എൻ്റെ സ്പൈനിലെ എവറി സ്പൈനൽ കോളമിൽ എനിക്ക് ഈ ഡിസീസിൻ്റെ സ്പ്രെഡ് ആയിരുന്നു. എനിക്ക് ലീഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ടയർ ഉണ്ടായിരുന്നു, എനിക്ക് പിന്നെ അതേപോലെ എനിക്ക് ഒത്തിരി ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു, ഓരോരോ സ്പൈനലുടെ കോളംസിൽ എനിക്ക് ബൾജ് ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് കണ്ടിട്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ഓർത്തു, ദൈവം എന്നെ എന്തായാലും ഇതിൽ വിടുവിക്കും, അങ്ങനെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ പിന്നെ എനിക്ക് അവർക്ക് മനസ്സിലായി ഈ ഡിസീസ് ഇതിൻ്റെ പ്രോഗ്നോസിസ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇതിൻ്റെ പ്രോഗ്നോസിസ് വളരെ പുവറാണ്. അപ്പോൾ അവരോട് പറഞ്ഞു വി ഹാവ് ടു ഡയഗ്നോസ് ആൻഡ് സീ വിത്ത് വേറെ വല്ലോ ഓർഗൻസിലോട്ട് ഇത് സ്പ്രെഡ് ആവണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് വേറെ ഓർഗൻസിലോട്ട് സ്പ്രെഡ് ആവണമെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ അവരെന്നോട് അവരെ ആദ്യം ഇനിഷ്യലി എനിക്കൊരു 2D ഒക്കെ ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഹാർട്ടിൻ്റെ 2D ഒക്കെ ഒരു ദിവസം ചെയ്തപ്പോൾ അവർക്ക് പിന്നെ ഹാർട്ടിലൊരു മാസം പോലെ കണ്ട് എനിക്കൊരു TOE എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് അവർ പറഞ്ഞു, നീ ഒരു നേഴ്സാണല്ലോ, ഞങ്ങൾ നിന്നെ കാണിക്കാം റിപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററിൽ ഒരു മാസ് പോലത്തെ ഒരു തിങ് ഇറ്റ്സ് ദെയർ ഓൺ മൈ എയോട്ടിക് വാൽവ്. അങ്ങനെ അത് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, മെഡിക്കലി നീ ഒരു നേഴ്സ് ആയതുകൊണ്ട് നിനക്കറിയാം, വി കനോട്ട് ട്രീറ്റ് ദിസ് മെഡിക്കലി, വി ഹാവ് ടു ഗോ ഫോർ സർജറി എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പുറത്ത് വന്നപ്പം എനിക്ക് അച്ഛൻ പുറത്ത് നിൽപ്പുണ്ട്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ റിപ്പോർട്ട്സ് ആർ വെരി പുവർ, ദേ വാസ്റ്റ് ഫോർ എ സർജറി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ചിന്തകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, ഞാൻ ഒരിക്കലും സർജറി ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് തോട്ട്സും വരുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് ഓഫ് കോഴ്സ് വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് അവർ പറഞ്ഞു, എനിക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ആയി, അത് സ്റ്റേജ് 3 പോയി. അപ്പം അവരെന്നോട് പറഞ്ഞു, സ്നേഹ നീ വളരെ യങ് ആണ്, അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി ഇതിൻ്റെ കൂടെ ഇത്. കാരണം ഇങ്ങനെ ഇത്ര യങ് ആൾക്കാർക്ക് ഇങ്ങനെ ഈ 2 വെരി റെയർ ഡിസീസസ് വരാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ യു ആർ വെരി അൺലക്കി ദാറ്റ് യു ഗോട്ട് ദിസ്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ ഓർക്കും, നമ്മൾ ഒരിക്കലും, ഞാൻ അവരുടെ കുറിച്ച് പറഞ്ഞു, ഐ എം നെവർ അൺലക്കി ഫോർ ജീസസ്, ഐ എം വെരി ലക്കി ഫോർ ഹിം. ഓക്കെ, so you all might think that I am very unusual, unique and unlucky, but that's not the case when it comes to Jesus. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഡോക്ടേഴ്സ്മാർ എന്നോട് പറയുമ്പം എൻ്റെ ഉള്ളിലുള്ള ഭയങ്കര എനിക്കൊരു വിഷമമുണ്ട്. അങ്ങനെ വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ എനിക്ക് നടക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ആ ഒരു ക്രോണിക് സ്റ്റേജിലോട്ട് എത്തി. ഇതിൻ്റെ എല്ലാം എൻ്റെ ലങ്സ് വിട്ടിട്ട് ബാക്കി എല്ലാ ഓർഗൻസിനെ ഈ ബ്രൂസലോസിസ് എഫക്റ്റ് ചെയ്തായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ ബ്രൂസലോസിസ് എന്ന രോഗത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. TB നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രൂസലോസിസ് എന്താണ്? ബ്രൂസലോസിസ് എന്ന രോഗം എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചുരുക്കമായിട്ടൊന്ന് പറയാമോ? ഈ ബ്രൂസലോസിസ് ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്. അത് നമുക്ക് ആനിമൽസിൽ കൂടെ വരാം. അതല്ലാണ്ട് ഇത് അൺപാസ്ചറൈസ്ഡ് മിൽക്കും ചീസും എടുത്താലും അങ്ങനെ വരാൻ പറ്റും. അപ്പോൾ അതൊരു സോഴ്സാണ് ബ്രൂസലോസിസ്
ബ്രൂസിലോസിസ് വരാൻ. അപ്പോൾ എനിക്കിത് വന്നേക്കുന്നത് നോട്ട് ഫ്രം ആനിമൽസ്, ഫ്രം അൺപാസ്ചറൈസ്ഡ് മിൽക്ക് ഓർ ചീസ്. കാരണം ഇത് ബ്രൂസിലോസിന് വളരെ വേറെ ടൈപ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ആ ടൈപ്പ് ആയിരുന്നു. ഇറ്റ് ഹാസ് കം ഫ്രം ഐദർ അൺപാസ്ചറൈസ്ഡ് മിൽക്ക് ഓർ ചീസ്. ആ ടൈപ്പുള്ള ഒരു ബ്രൂസിലോസിസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അക്യൂട്ടായിട്ട് നമുക്ക് ഹെഡ് ഏക്ക്, വീക്ക്നെസ് ഉണ്ട്, പിന്നെ ഫീവർ, ചിൽസ് ഒക്കെ ഉണ്ട്, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് ക്രോണിക് ഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആർത്രൈറ്റിസ്, സ്പോണ്ടിലോസിസ്, കാരണം അത് നമ്മുടെ ജോയിൻസും നമ്മുടെ ബോൺസിനൊക്കെ അത് പോയി അറ്റാക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു മൈക്രോ ഓർഗനിസമാണ്. അങ്ങനെ ഇത് നമ്മുടെ എല്ലാ ഓർഗൻസിനെ ലാസ്റ്റ് ഇത് ഡാമേജ് ചെയ്യും. അതാണ് അതിന്റെ ക്രോണിക് ഫേസിൽ. സ്നേഹയുടെ കേസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോണിക് സ്റ്റേജിലോട്ട് തന്നെ പോയി അല്ലേ? യെസ്, അതെന്റെ എൻഡ് സ്റ്റേജ് ആയപ്പോൾ അത് ക്രോണിക് സ്റ്റേജ്. ബിക്കോസ് എനിക്കൊന്നും അത് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയതാണ് അങ്ങനെ പോകാനൊരു കാരണം അല്ലേ? യെസ്. ഓക്കെ. പ്രത്യേകിച്ച് നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എപ്പോഴും ഡയഗ്നോസുകളൊക്കെ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ അറിയും. പ്രത്യേകിച്ച് സ്നേഹം ഒരു നേഴ്സാണ്. നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റുകൾ ഒക്കെ ഡയഗ്നോസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് സ്നേഹ ഇത് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്? എനിക്ക് ഈ ബ്രൂസിലോസിസ് എനിക്ക് ഡയഗ്നോസ് ചെയ്തപ്പോഴേ എനിക്ക് ഏകദേശം എനിക്കറിയാമായിരുന്നു ഇതിൻ്റെ എന്തുമായിരിക്കും ഇതിൻ്റെ പ്രോഗ്നോസിസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഒരിക്കലും എൻ്റെ റിപ്പോർട്ട്സ് കണ്ടിട്ടില്ല. എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് കണ്ടാൽ ഞാൻ ദൈവത്തിൽ എൻ്റെ വിശ്വാസം ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. ഞാനതൊരു ഡൗട്ടിലോട്ട് പോകും, ദൈവം എന്തുകൊണ്ട് എനിക്കിത് വന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വരാൻ സാധ്യതകൾ ഉണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഡോക്ടേഴ്സ് എന്നോട് വന്ന് പറയുന്ന ഇൻഫർമേഷൻ അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു റിപ്പോർട്ടും വായിച്ചിട്ടില്ല. അത് പിന്നെ ഞാൻ കുറച്ച് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ആ റിപ്പോർട്ട്സ് ഒക്കെ എടുത്തൊന്ന് വായിക്കുന്നത്. കാരണം എനിക്കറിയാം ആസ് എ നേഴ്സ് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പം നമ്മൾ സ്പിരിച്വലി ചിന്തിക്കാതെ നമ്മൾ അത് മെഡിക്കലിലോട്ട് കുറച്ചുകൂടെ ചിന്തിക്കും. ആ കാരണത്താൽ ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് ഒന്നും കണ്ടിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ, സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സ്നേഹ ആ വിഷയം ഹാൻഡിൽ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ കൂടുതൽ അറിയാനാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹ അത് അറിയാൻ ശ്രമിക്കാതെ അതിനെ ഇഗ്നോർ ചെയ്യാൻ തൊക്കെ ഇടയായി തീർന്നു അല്ലേ? അത് ഒന്ന് നമുക്ക് ഒരു മാനസിക ബലം കിട്ടാൻ തൊക്കെ ഇടയായി തീർന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, ഈ രോഗാവസ്ഥയിൽ എങ്ങനെയാണ് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ സ്നേഹം എങ്ങനെയാണ് സൂക്ഷിച്ചത്? ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇനീഷ്യൽ ഫേസിൽ ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. പക്ഷെ ഞാനൊരു ദൈവശബ്ദം കേട്ടു. ആ ശബ്ദം ഞാൻ കേട്ടപ്പോൾ ദൈവം എനിക്ക് തന്ന പ്രോമിസസ് ഒക്കെ ഞാൻ റീകളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടു, നീ മരിക്കത്തില്ല, നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നീ വർണ്ണിക്കും എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടു ഇങ്ങനെ. അതേപോലെ എനിക്ക് കുറേ ബൈബിളിൻ്റെ വളരെ വേഴ്സസ് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്കിങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, എനിക്കൊരു പാട്ട് കേൾക്കണം. കാരണം ആ സമയത്ത് ഞാനിങ്ങനെ ഈ സ്റ്റേജിൽ കൂടെ പോയപ്പോൾ ഞാനെൻ്റെ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ വിഷനെ ഇതൊന്ന് ബാധിച്ചായിരുന്നു. ഞാനൊരു 3-4 മാസം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. അപ്പം പെട്ടെന്ന് ഞാൻ ആ ദൈവശബ്ദം കേട്ടപ്പോൾ പെട്ടെന്നൊരു പാട്ട് ഇങ്ങനെ കേൾക്കാൻ തോന്നി. അപ്പം ഞാൻ ആ പാട്ട് എനിക്ക് ഓർമ്മ ഉള്ളത് മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ച്. എനിക്ക് ആ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പം ഞങ്ങളുടെ കൺവെൻഷൻ നടന്നപ്പം സാംസൺ എന്ന് പറഞ്ഞൊരു ബ്രദർ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പാടിയൊരു പാട്ട്. അപ്പം പുള്ളിക്കാരൻ ആ പാട്ട് തുടങ്ങിയപ്പോൾ അതിനൊരു മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഞാനൊരു സ്റ്റാൻസിൽ എത്തുമ്പോൾ ആ സ്റ്റാൻസ് ഇങ്ങനെ പറയുന്നത്, രോഗം എന്നെ പിടിച്ചെന്നാൽ നല്ല വൈദ്യനാം യേശു, അങ്ങനത്തെ ആ പാട്ടാണ് ഞാൻ അത് കേൾക്കുന്നത്. അപ്പോൾ അതിനെ വളരെ എന്നെ ബലപ്പെടുത്തി. അപ്പം എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് പാടാം. സ്നേഹം നന്നായിട്ട് പാടുന്ന ആളാന്ന് അറിയാം. രണ്ടുപേരും പാടാം. രോഗം എന്നെ പിടിച്ചെന്നാൽ നൽവൈദ്യനാമീശു നൽകിയിടും സൗഖ്യം വേഗത്തിൽ കാരുണ്യം ചെയ്തിടും. രോഗം എന്നെ പിടിച്ചെന്നാൽ നൽവൈദ്യനാമീശു നൽകിയിടും സൗഖ്യം വേഗത്തിൽ കാരുണ്യം ചെയ്തിടും. സ്തോത്രം. ഈ പാട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ ഈ പാട്ടിനെ ധൈര്യപ്പെടുത്തി. കാരണം ഇത് കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇങ്ങനെയാണ് എൻ്റെ വിശ്വാസം ഡേ ബൈ ഡേ ഞാൻ ദൈവത്തിൽ എൻ്റെ വിശ്വാസം ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഈ പാട്ട് ശരിക്കും സ്നേഹിക്ക് ആ രോഗാവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ
പിന്നീടൊന്ന് അത് കൈപിടിച്ച് കയറാനുള്ളൊരു പിടിവള്ളി പോലെ ഈ പാട്ട് ഇൻസ്പയർ ആയി എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അടുത്ത ചില ചോദ്യങ്ങൾ പ്രിയ അനീഷിനോടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പിന്നെ ജീവിത പങ്കാളി വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒരാൾ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടുപേര് ചെയ്യേണ്ട ജോലി ഒരാളിലേക്ക് മാറുകയാണ്. മാത്രമല്ല ഹോസ്പിറ്റലുകളിലുള്ള വിസിറ്റ്, കുഞ്ഞുങ്ങളെ നോക്കണം, ജോലിക്ക് പോകണം, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പം അനീഷ് ഈ സ്നേഹയുടെ രോഗം ലിവർ TB ആണ്, അതുപോലെ ബ്രൂസിലോസിസ് ആണെന്നൊക്കെ കേട്ടപ്പോൾ എങ്ങനെയാണ് അനീഷ് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? സത്യം പറഞ്ഞാൽ ഷാജിച്ചാൻ പറഞ്ഞത് 100% റൈറ്റ്. ഇങ്ങനത്തെ ഭാരങ്ങൾ ജീവിതത്തിൽ വരുമ്പം അത് ഫേസ് ചെയ്യാൻ വേണ്ടി ഒരു ശക്തി വേണം. സ്നേഹ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സിനാരിയോ, ആ സീന് എൻ്റെ കണ്ണിന് മുമ്പായിട്ട് ആ വിഷ്വൽസ് നല്ലതായിട്ട് ക്ലിയറായിട്ട് ഉണ്ട്. അവൾ ഡോറ് നോക്ക് ചെയ്തു, തുറന്നു. അവളുടെ മുഖം കാണുമ്പോൾ മനസ്സിലായി എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചു എന്തായിരുന്നു റിസൾട്ട്. ബിക്കോസ് അവൾ ആ സമയത്ത് ഇമർജൻസി സൈഡ് പോയിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത മുഖം ഇങ്ങനെ വാടിയിരിക്കുക. ആ സമയത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് ഇത് പറഞ്ഞപ്പം അവൾ കരയാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം ശരിയാവും. ബാക്കി എന്തോ രോഗം എങ്ങനെ ആവുന്നു ഒന്നും ആ സമയത്ത് അങ്ങ് സ്റ്റക്കായിപ്പോയി. തോട്ട്സ് സ്റ്റക്കായിപ്പോയി, ഇമോഷൻസ് കണ്ടിന്യൂ, കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത്, എന്താ ചോദിക്കേണ്ടത്, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് വരുന്നു, വട്ട് എവർ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ അവർ വേ വി വിൽ ഫേസ് ഇറ്റ് ടുഗെദർ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങനെ സറണ്ടർ ചെയ്യും. ഇതാണ് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. ഓക്കെ, അടുത്തതായി ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഓർക്കുന്നുണ്ട് ഈ സ്നേഹ ഹോസ്പിറ്റലായതിനു ശേഷം ഓരോ ദിവസത്തെയും ഡയഗ്നോസിസ് വളരെ ബാക്ക് ടു വേഴ്സിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഓരോ തവണയും ഹോസ്പിറ്റലിൽ അനീഷ് പോകുമ്പോൾ, അനീഷ് അവിടെ നിൽക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ എങ്ങനെയാണ് അനീഷ് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? സത്യം പറഞ്ഞെങ്കിൽ ഇത് എനിക്ക് വേണ്ടി ഒരു ലേണിംഗ് കർവ് ആയിരുന്നു. സത്യം പറഞ്ഞെങ്കിൽ ഈ കുടുംബനാഥൻ ഈ ടാഗ് നമ്മുടെ ബൈബിളിനകത്ത് ഒത്തിരി വട്ടം നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ മെച്യൂരിറ്റി ലെവലിനകത്ത് ഒരു സ്റ്റെപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടി എനിക്കൊരു ദൈവം വഴിയൊരുക്കി തന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും UK നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്വന്തം പറയാൻ നമ്മുടെ റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സ് അങ്ങനെ ഇല്ല. നമുക്ക് സ്വന്തം പറയാൻ വേണ്ടി നമ്മുടെ ചർച്ച് മാത്രം. ആൻഡ് ചർച്ച് കെയിം ഇൻ ടു പിക്ചർ. ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അത് ഇമ്പ്രൂവ് ആയി, ഫേം ഡിസിഷൻ എടുക്കാൻ ഒത്തു. അത് ആ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം ഇന്ത്യക്ക് പോകണോ വേണ്ട, ഓൾ വെയർ ലൈക്ക് ക്ലംസി. പക്ഷെ ചർച്ചുകാർ വന്നിട്ട് ദേ പ്രേഡ്, സ്പെഷ്യലി പാസ്റ്റർ ഹീ കെയിം ആൻഡ് പ്രേഡ്. നമ്മുടെ ചർച്ച് എൽഡേഴ്സ് വന്നിട്ട് പ്രാർത്ഥിച്ചു. ആ കാരണത്താൽ ക്ലാരിറ്റി കിട്ടി. ആ കാരണത്താൽ ഒരു ഫേം ഡിസിഷൻ എടുക്കാൻ ഒത്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യക്ക് പോയി തന്നെ ഐ വാസ് ഇൻ ടു ട്രോമ. എങ്ങനെ ഇത് മൊത്തം കൂടെ നടക്കും, ഇനി വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നും അറിയത്തില്ല. ബിക്കോസ് ഡയഗ്നോസിസ് ഇപ്പം വരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇന്ത്യ പോയി കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് ഒത്തിരി കാര്യങ്ങളെല്ലാം പറയുന്നു. ആ സമയത്ത് മെൻ്റലി ഈ മെൻ്റൽ ടോർച്ചർ എങ്ങനെ വായിക്കും, അതായിരുന്നു സ്പെഷ്യലി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ദൈവം ഒരു കൃപ ഒരുക്കി നൽകി. ബൈബിളിൻ്റെ വചനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. ആ വിഷ്വൽസ് എല്ലാം ഇപ്പം എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിന് മുമ്പായിട്ട്, എൻ്റെ മനസ്സിൽ ബിഫോർ മൈ ഐസ് ഇറ്റ് ഇസ് സോ ക്ലിയർ. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുമ്പോട്ട് ഡോക്ടർ ഓരോരോ കാര്യങ്ങൾ പറയുമ്പം അത് സ്നേഹയ്ക്ക് എങ്ങനെ പറയണം, അത് പറയാതെ ഇരിക്കാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം, നെഗറ്റീവ് എനർജി എല്ലാം കട്ട് ചെയ്തിട്ട് പോസിറ്റീവ് വൈബ് ഒന്ന് കൊടുക്കാൻ വേണ്ടി ആ ശ്രമം, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഫോർ മീ ഇൻ മൈ ലൈഫ് ആസ് എ ഹസ്ബൻഡ്. ഈ കാര്യങ്ങളെല്ലാം ഇമോഷണൽ സപ്പോർട്ട്, ഫിസിക്കലി അവൾ പെയിനകത്ത് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമുക്ക് ഇമോഷണൽ പ്ലസ് ഫോൺ കോൾസ് ഒത്തിരി വരുന്നുണ്ട്, റിലേറ്റീവ്സ് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്, എന്തോ അവസ്ഥ.
ഈ ഫോൺ കോൾസ് വരുമ്പം അവൾക്ക് മെൻ്റലി ഈ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഒത്തിരി പ്രശ്നമാണ്. ഇതെല്ലാം പുറത്ത് പോയി ഹാൻഡിൽ ചെയ്യണം. ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം, ബിക്കോസ് ഐ ആം കമ്മിങ് ഫ്രം എ നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ആ സമയത്ത് ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്സും മൾട്ടിപ്പിൾ ഈ മെഡിക്കൽ ജാർഗൻസ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ വലിയ വലിയ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ്. ആ സമയത്ത് ദൈവം ഒരു ബുദ്ധി പ്രാർത്ഥിച്ചിട്ട് ദൈവം എല്ലാം ശരിയാവും, ബി പേഷ്യൻറ്റ്. ഇങ്ങനത്തെ വചനം എല്ലാം മുമ്പോട്ട് കണ്ണിൽ മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്ലോലി ബട്ട് സ്റ്റഡിലി ക്രിസ്തുവിൽ എന്തോ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആക്ച്വലി ഇൻകോപ്പറേറ്റ് ചെയ്ത് ഈ മൊത്തം ജേർണിനകത്ത്. പ്രൈസ് ലോർഡ്. റിയലി നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെയാണ് വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കാൻ. അപ്പം നമുക്ക് എവിടെയാണ് നമുക്ക് വേണ്ട ദൈവം നമ്മൾക്ക് ബലം തരേണ്ടത്, അവിടെ നമുക്ക് കർത്താവ് ബലം തരുവാൻ തക്കനിടയായിത്തീർന്നു. അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന് നന്നായിട്ടത് അനുഭവിപ്പാൻ തക്കനിടയായിത്തീർന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം, എങ്ങനെയാണ് സ്നേഹസിനെ ഈ സ്പിരിച്വലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് താങ്കൾക്ക് കഴിഞ്ഞത്? ഏതെല്ലാം രീതിയിലാണ് സ്പിരിച്വലായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞത്? സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഈ രോഗാവസ്ഥയിൽ പോകുന്ന ആൾക്കാർക്ക് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഇമോഷണൽ സപ്പോർട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ധൈര്യം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്, ലോൺലിനെസ്സിൻ്റെ ഫീലിംഗ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ദൈവം എനിക്ക് ശക്തി തന്നു. ബിക്കോസ് ഞങ്ങളുടെ ചർച്ചിൻ്റെ, നമ്മുടെ MPC ചർച്ചിൻ്റെ ഒത്തിരി എൽഡേഴ്സ്, പാസ്റ്റേഴ്സ്, ഒത്തിരി ആൾക്കാർ കണ്ടിന്യൂസ് ചെയിൻ പ്രെയർ ചെയ്യുന്നു. അവർ ഇങ്ങനെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഫോൺ കോൾ ചെയ്ത് ധൈര്യം നൽകുന്നു. അവരുടെ ഫോൺ കോളിൻ്റെ അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ സ്നേഹം ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് മെഡിസിൻ്റെ ഒരു എഫക്റ്റിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ തിരിച്ച് പുറത്ത് വരുമ്പം ആ സമയത്ത് അവൾക്കിങ്ങനെ ചെവിനകത്ത് ഈ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ പാസ്റ്റർ ഈ വചനമാണ് പറഞ്ഞ്. പിന്നെ അവളിങ്ങനെ കാണാൻ ഒക്കത്തില്ല, ഒത്തിരി വിഷ്വലി ബ്ലറായിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ യൂട്യൂബിൻ്റെ ക്രിസ്ത്യൻ പാട്ടുകൾ ഇത് വെച്ച് കൊടുക്കണമായിരുന്നു. പിന്നെ എത്ര ആൾക്കാർ മൊത്തം ദിവസം വിസിറ്റ് ചെയ്തു, അവരെന്തൊക്കെ പറഞ്ഞു, അവരെന്തൊക്കെ കംഫർട്ട് വേർഡ്സ് പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം സ്നേഹൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് പതുക്കെ ഇൻ ലോവർ വോയിസ് ഐ യൂസ് ടു ഷെയർ വിത്ത് ഹർ. ആൻഡ് ഐ ബിലീവ് ലോൺലിനെസ്, ഇമോഷണൽ, ഈ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഒന്ന് വിട്ടുപോകാൻ വേണ്ടി ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് റിയലി അമേസിങ്. ആക്ച്വലി ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സ്പിരിച്വലായി സപ്പോർട്ട് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കും ആരെങ്കിലും ഇങ്ങനെ സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അവർക്കും പ്രയോജനപ്പെടുന്നത് തന്നെ ഉള്ള അനുഭവങ്ങളാണ് അനീഷ് പങ്കുവച്ചത്. അടുത്തതായ ഒരു ചോദ്യം, സ്നേഹ ഒരു സമയത്ത് തീർത്തും ബെഡ് ബൗണ്ട് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? ഹോസ്പിറ്റലാണെങ്കിലും വീട്ടിലാണെങ്കിലും എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തെല്ലാം ചലഞ്ചസ് ആണ് അനീഷ് ഒരു 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 ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫിഗർ എന്ന രീതിയിൽ ഫേസ് ചെയ്ത് എന്തെല്ലാം ചലഞ്ചസ് ആണ്? ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഡോട്ടറുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് 2 ഡോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഒറിജിനൽ ഡോട്ടർ ജിയാന, വേറെ സ്നേഹ. ബിക്കോസ് ഷീ വാസ് ടോട്ടലി ഷാറ്റേഡ്, ഫിനാൻഷ്യലി, ഇമോഷണലി, പിന്നെ ഫിസിക്കലി അവൾ ഭയങ്കര ടോർച്ചർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഷീ കാൺ ടേക്ക് എനി കൈൻഡ് ഓഫ് മെഡിസിൻ കഴിക്കാൻ ഛർദ്ദിക്കും, വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കും, ഇനിക്കുമ്പോൾ ഛർദ്ദിക്കും. ഇങ്ങനത്തെ അവസ്ഥയിൽ അവളുടെ കൂടെ കൈ പിടിച്ച് മുമ്പോട്ട് നടന്ന് ബാത്റൂമും പിന്നെ ബെഡ് റിഡൻ അവസ്ഥ സമയത്ത് ഫീഡിങ്ങും ഈ എല്ലാം കാര്യങ്ങൾ എനിക്ക് അവളുടെ കൂടെ പങ്കുവെക്കാൻ ദൈവം ഒരു അവസരം തന്നു. ശരിക്കും പറഞ്ഞെങ്കിൽ ബൈബിളിനകത്ത് വചനമുണ്ട്, മാൻ ആൻഡ് വുമൻ വിൽ കം ടുഗെദർ ആൻഡ് ബി വൺ. ഇങ്ങനത്തെ അവസ്ഥയിൽ പോകുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ആ വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റുന്നു. ആൻഡ് ഐ റിയലി ഫീൽ ദാറ്റ് ഇൻ 10 years of my marriage life, those incidents, though we had lots of negative things going around us,
ബട്ട് ഞങ്ങളുടെ യൂണിറ്റി ഞങ്ങളുടെ ബോണ്ട് ഒത്തിരി ടുഗദർനെസ് അതെല്ലാം ഫെലോഷിപ്പ് എല്ലാം ഒത്തിരി ഞങ്ങൾ ഒരുമിച്ച് അത് കണ്ട് ഒരു മെച്യൂരിറ്റി സ്പിരിച്വൽ മെച്യൂരിറ്റി ആയിട്ട് ഞങ്ങളിങ്ങനെ ഗ്രോ ചെയ്തു ബേസിക്കലി. ദാറ്റ്സ് റിയലി എൻകറേജിങ് അനീഷ്. അനീഷിന് അത് വളരെ നന്നായിട്ട് ഫേസ് ചെയ്യാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം ആണ്. അതുപോലെ ഒരു ചോദ്യം, അത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള സമാനമായ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് എങ്ങനെ അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ രോഗത്തിൽ കടന്നു പോകുന്നവരെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് അനീഷിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അനീഷിന് പറയാൻ കഴിയുന്നത്? 2 words, ഷൈച്ച. ജെഹോവ ജൈറ. God will provide at that time. എങ്ങനാവും എന്താവും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം കരുതി. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ആക്സിനകത്ത് പറഞ്ഞ പോലെ കാസ്റ്റ് ഓൾ യുവർ അൻസൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. നമ്മൾ ജനിച്ച് തന്നെ നമുക്ക് ഒരു പർപ്പസായിട്ടാണ് ജനിച്ച്. ഹീ ഈസ് ദ വൺ ഹു സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ഹീ വിൽ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ഇൻ. പ്രൈസ് ലോർഡ്. ഈ വാക്കുകളെല്ലാം ഞാൻ എൻകറേജ്മെൻ്റ് ആയിട്ട് ഇന്ന് വ്യൂവേഴ്സിന് വേണ്ടി പറയാൻ ഇവിടെ ഇച്ഛിക്കും. തീർച്ചയായിട്ടും അനീഷ്, അത് വളരെ ആ എക്സ്പീരിയൻസ് പങ്കുവെച്ചത് ഒത്തിരി നന്നായി. കാരണം നമ്മളുടെ വചനം ലോഗോസായ വചനം രേമയായി തീരുമ്പോഴാണ് നമുക്കത് ജീവിതത്തിൽ പ്രയോജനമായി തീരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അതൊരു എൻകറേജിങ് ആയിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ ഈ രോഗം വന്ന സമയത്ത് ഇപ്പം നമുക്ക് കഷ്ടത വരുമ്പോഴാണ് പലപ്പോഴും കഷ്ടത വരുമ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് ഒന്നുകൂടെ ദൈവത്തെ നിന്ദിക്കുന്നതിനും അല്ലെങ്കിൽ ദൈവത്തെ വെറുക്കുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു നോമിനലായിട്ട് വിശ്വാസമുള്ളവർക്ക്. അതേസമയം ഒരു നല്ലൊരു ദൈവഭക്തനെ സംബന്ധിച്ച് ഈ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുന്നതിന് കാരണമായിത്തീരും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയത് നിങ്ങൾ തമ്മിലും അതുപോലെ ദൈവത്തോടുള്ള ബന്ധത്തിലും നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാൻ തക്കണം കഴിഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ രോഗത്തെപ്പറ്റി ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഓർത്തു, ഡോക്ടേഴ്സ് ഇത് ഇമ്പോസിബിൾ ആയിട്ട് പറയുമ്പോൾ ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. അത് സെയിം സമയത്ത് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി പേര്, എനിക്ക് അറൗണ്ട് 10,000 ആൾക്കാർ പ്ലസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ്. ഞാൻ പാസ്റ്റർ ഹാൻസും അതുപോലെ ഞങ്ങളുടെ ചേർച്ചിലെ എൽഡേഴ്സും എല്ലാ മെമ്പേഴ്സും ഡെയിലി എനിക്ക് വിസിറ്റേഴ്സ് ഉണ്ട് വീട്ടിൽ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് രാത്രി ഞങ്ങൾ കിടക്കുന്ന മുമ്പേ ഞങ്ങൾ കൈ കോർത്തിരുന്ന് പ്രാർത്ഥിക്കും. കാരണം രാത്രി എനിക്ക് ഉറക്കമില്ല, എനിക്ക് വേദന കാണാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പിള്ളേരുണ്ട്, അവർ വിഷമിക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങളെ സ്പിരിച്വലി ഞങ്ങൾ പാട്ട് പാടും, ഞങ്ങൾ ഒരുമിച്ച് റെക്കോർഡിങ് ചെയ്യും. അങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്പിരിച്വൽ എനിക്ക് തോന്നുന്നു ഈ അസുഖം ഞങ്ങളെ കുറച്ചുകൂടെ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റും. പ്രൈസ് ലോർഡ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ഒരു നല്ലൊരു ഒന്നും കൂടെ അടുക്കാൻ തക്കോണം അനീഷിൻ്റെ കെയറൊക്കെ ഒന്നും കൂടെ അടുത്തറിയാൻ തക്കോണം ആ സ്നേഹയ്ക്കിടയായില്ലേ? അതുപോലെ തന്നെ ദൈവത്തോടും അടുക്കാൻ തക്കോണിടയായി തീർന്നു. സ്നേഹയോടാണ് അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നത്. താങ്കളുടെ റിക്കവറി സമയത്ത് ദൈവിക സാന്നിധ്യം എങ്ങനെയൊക്കെയാണ് അനുഭവിക്കാനിടയായത്? ഞാൻ എൻ്റെ ഈ ഡിസീസ് പ്രോഗ്രസ് ആകുമ്പോൾ ഡോക്ടേഴ്സ് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു പ്രോഗ്നോസിസ് ഒത്തിരി പുവറാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എൻ്റെ റിക്കവറി എങ്ങനെ ആയിരിക്കും, അതൊരു വളരെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയർ വെച്ചായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്, എനിക്ക് ഭയങ്കര ബോഡി പെയിനാണ്, എനിക്ക് ഭയങ്കര ഫീവറാണ്, എനിക്ക് ഈ എല്ലാ ബ്രൂസലോസിൻ്റെ എല്ലാ സിംറ്റംസിൻ്റെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എവറി ഡേ പ്രാർത്ഥനയ്ക്ക് പോകും, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. കാരണം എൻ്റെ അൾട്ടിമേറ്റ് എയിം എനിക്ക് സൗഖ്യം വേണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്റർ ആൻസിനെ വിളിച്ച് പറഞ്ഞു ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും. അപ്പം ഞങ്ങൾക്ക് കുറേ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്, അങ്ങനെ പാസ്റ്റർമാരും എല്ലാവരും എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിക്കവറി സ്റ്റേജിൽ എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ ആദ്യത്തെ ഒരു ദിവസം ഞാൻ കരഞ്ഞത്. കാരണം ഡോക്ടേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ശരീരം ഒരു ബോംബ് പൊട്ടിയ പോലെ ഇറ്റ്സ് യൂസ്ലെസ്. അങ്ങനെ നമ്മളൊരു ബോംബ് ഒരു സ്ഥലത്ത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും, പക്ഷെ ആ സ്ഥലം ഒരിക്കലും ആ പഴയ ഒരു സ്റ്റേറ്റിലോട്ട് ഒരിക്കലും മാറത്തില്ല. അപ്പോൾ നിൻ്റെ ഈ അസുഖം മാറാൻ വേണ്ടി ചിലപ്പം യു വിൽ ടേക്ക് മെനി ഇയേഴ്സ് അങ്ങനെ എന്നൊരു വാക്ക് ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ലിവറിൻ്റെ എൻ്റെ ഒരു CT അവർ റിപ്പീറ്റ് ചെയ്തപ്പം എൻ്റെ ലിവർ ഇങ്ങനെ നോർമലാണെന്ന് എനിക്കൊരു റിപ്പോർട്ട് വന്നു. അങ്ങനെ സ്ലോലി എനിക്ക് വളരെ എൻ്റെ വിശ്വാസം അങ്ങനെ വർദ്ധിച്ച്
പോയി. കാരണം എനിക്കറിയായിരുന്നു ദൈവം സ്ലോലി ആൻഡ് സ്റ്റഡ്ലി എൻ്റെ ഓരോ ഓർഗൻസ് ഹീലാക്കാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്നോട് ഹാർട്ടിൻ്റെ സർജറി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു ദിവസം ഞാനിങ്ങനെ ഡോക്ടേഴ്സിനോട് എൻ്റെ ലിവർ ഓക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു എക്കോ എനിക്ക് റിപ്പീറ്റ് ചെയ്യണം. ഞാൻ എക്കോയ്ക്ക് പോയപ്പോൾ എനിക്ക് ആ സീൻ വളരെ നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ ഡോക്ടേഴ്സ് എൻ്റെ ആ മാസ് അവർ കണ്ടുപിടിക്കാൻ വളരെ ശ്രമിച്ചു. കാരണം അവർ നോക്കുമ്പം അങ്ങനെ എനിക്കൊരു 5 സെൻറ്റിമീറ്ററിലെ മാസ് ഇറ്റ് ഇസ് ഡിസപ്പിയേർഡ്, ഇറ്റ് ഇസ് നോവർ ഇൻ ദ ഹാർട്ട്. അവർ കുറേ നേരം എൻ്റെ എക്കോ ചെയ്തു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ചിരിച്ചു. കാരണം എനിക്കറിയാവുന്ന എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്. അപ്പം ഡെയിലി എൻ്റെ ഓരോരോ ഈ ഉപവാസപ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് ഇതൊക്കെ നടക്കുന്നത്. കാരണം എനിക്ക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, മരുന്നുണ്ട്, അതെല്ലാം സൈഡ് ബൈ സൈഡ് പോകുന്നുണ്ട് എൻ്റെ റിക്കവറി പ്രോസസ്സിൽ. പിന്നെ എനിക്ക് ബ്രെയിൻ ബ്രൂസിലോസിസ് ഉണ്ടായിരുന്നു, അത് ന്യൂറോ ബ്രൂസിലോസിസ് എന്നാണ് പറയുന്നത്, അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനോട് എനിക്ക് ഈ 2 സൗഖ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു റിപ്പീറ്റ് MRI ബ്രെയിനും സ്പൈൻ ചെയ്യണം. അതെൻ്റെ ലൈഫിലൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ ഇന്ന് കാണുന്നു. കാരണം അതൊരു ഇമ്പോസിബിൾ. എനിക്ക് കുറേ കൺസൾട്ടൻസും കുറേ ഡോക്ടേഴ്സൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇമ്പോസിബിൾ ആ സ്പൈനൊക്കെ റിപ്പയർ ആവാൻ. അപ്പം ഞാൻ എൻ്റെ റിപ്പോർട്ട് കണ്ടപ്പം എൻ്റെ ഫുള്ളി ഡാമേജ് ആയ സ്പൈൻ ഫുള്ളി റിപ്പയർ ആയിട്ട് ദൈവം എനിക്ക് തന്നു. എൻ്റെ ബ്രെയിനിലുള്ള എല്ലാ ഡാമേജുകളും വളരെ മൈന്യൂട്ട് സ്പോട്ട്സ് ആയിട്ട് ഡോക്ടേഴ്സിനെ കാണാം. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു. അവർക്ക് അതിനുള്ള ആൻസർ ഇല്ല. കാരണം അവരെന്നോട് പറഞ്ഞു അതിൻ്റെ പ്രോഗ്നോസിസ് വളരെ പുവറാണ്, റിക്കവർ ആവത്തില്ല. സമയത്ത് നമ്മുടെ ചർച്ചിൽ ചെയിൻ പ്രേയർ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ അസുഖം ഡിക്ലെയർ ആയ സമയത്ത് തന്നെ 24 hours ഒരു ചെയിൻ പ്രേയർ നമ്മൾ പാസ്റ്ററും ഞങ്ങൾ എല്ലാവരും തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവരും എനിക്ക് വേണ്ടി കരഞ്ഞ് അവരുടെ സ്വന്തം അസുഖമാണെന്ന് പോലെ കരുതി എനിക്ക് വേണ്ടി കരഞ്ഞ കുഞ്ഞു പിള്ളേർ തൊട്ട് ചർച്ചിലെ എൽഡേഴ്സ് വരെ എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ജീവിതത്തിൽ ഞാനത് കാണുന്നത്. തീർച്ചയായും സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഘട്ടം മുതൽ ശരിക്കും സ്നേഹയ്ക്ക് ഓരോരോ റിക്കവറി കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ സ്നേഹയ്ക്ക് ഒന്നും കൂടെ ധൈര്യം വരാനിടയായി തീർന്നു. ഞാൻ ഓർക്കുന്നുണ്ട് സ്നേഹ ഈ സൗഖ്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനോടും നഴ്സസിനോടൊക്കെ പറയുകയും അവരോട് കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ടൊക്കെ സ്നേഹ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം അങ്ങനെ ഒരു സൗഖ്യം തന്ന് അങ്ങനെ ഒരു കർത്താവിനെ കുറിച്ച് പറയാൻ പോലും സ്നേഹയെ ബലപ്പെടുത്തി എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അതുപോലെ ഈ പ്രതിസന്ധിയിൽ സ്നേഹയെ ധൈര്യപ്പെടുത്തിയ ചില ദൈവവചനങ്ങളാണല്ലോ. ആ വചനങ്ങൾ 1-2 വചനങ്ങൾ അത് പറയുന്നത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ്. ആ വചനങ്ങളൊക്കെ ഒന്ന് പറയാമോ? 1-2 വചനങ്ങൾ. ഞാനിങ്ങനെ സിക്കായ സമയത്ത് എനിക്ക് ദൈവം എന്നോട് 3 വാക്കുകളിൽ കൂടെ ഡയറക്റ്റ് എന്നോട് സംസാരിച്ചത്. ഫസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഹീബ്രൂസിൽ ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. അതാണ് ഫസ്റ്റ് ഞാൻ കേട്ട ശബ്ദം. സെക്കൻഡ് ഞാൻ സാംസ് 19:1 ഇങ്ങനെ പറയുന്നു 1,000 may fall at your side, 10,000 at your right hand, but they not come near you. അത് പിന്നെ ഞാൻ അടുത്തത് ഐസയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഡു നോട്ട് ഫിയർ, ഡു നോട്ട് ബി ഡിസ്മേഡ്, ഐ എം യുവർ ഗോഡ്. അങ്ങനത്തെ കുറേ വചനങ്ങൾ എന്നോട് കോൺസ്റ്റന്റ് ആയിട്ട് ദൈവം എന്നോട് കുറേ വചനങ്ങൾ എന്നോട് സംസാരിച്ചു. പക്ഷേ ഈ 3 വചനങ്ങളാണ് എന്നെ ബലപ്പെടുത്തിയത്. കാരണം ഇത് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഉറപ്പായിരുന്നു just God speaking directly to me. Praise God. And I could hear the voice of God and that I've never experienced before. So when that experience, അതൊരു വളരെ യുണീക്കായ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തിലും കൂടെ പോയാലും അറ്റ് ദി എൻഡ് എനിക്കൊരു സൗഖ്യമുണ്ട്. ആ സൗഖ്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ ടൈം ഫ്രെയിം ചോദിക്കത്തില്ല. കാരണം അതെനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴായിരിക്കുന്നു. പക്ഷേ അത് എപ്പോഴായാലും ആ ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഈ വാക്കുകൾ പിന്നെ അതേപോലെ ഞങ്ങളുടെ ചർച്ചിലെ ഹാൻസ് പാസ്റ്റർ എല്ലാ സൺഡേ ഞാനിങ്ങനെ ഓരോരോ പാസ്റ്ററുടെ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഏറ്റെടുക്കും. ആ മെസ്സേജസ് എനിക്ക് വേണ്ടിയാണ്. ദൈവം പാസ്റ്ററിനോട് ഡയറക്റ്റ്ലി സംസാരിക്കും. ആ മെസ്സേജസ് എനിക്ക് വേണ്ടി തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന എൻഡിലാണ് എൻ്റെ ഫൈനൽ എനിക്ക് ഒരു സൗഖ്യം കിട്ടുന്നത്. കാരണം എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്ന് ദൈവം എന്നോട് എന്നും സംസാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 21st ഡേ തീരാറായപ്പോഴാണ് ഞാൻ 20th ഡേ വരെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ഉണ്ട്. എൻ്റെ ബാക്കി എല്ലാ ഓർഗൻസും ഓക്കെ ആയി. പക്ഷേ ഞാൻ തുടങ്ങിയ സിംറ്റംസ് ബോഡി പെയിനും ഫീവർ അത് അപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് സൺഡേ ഞങ്ങൾക്ക് കത്രുമേശ ഉണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ ഈ കത്രുമേശ എടുത്ത് കഴിയുമ്പോൾ ഞാൻ താഴെ ഇറങ്ങുമ്പം ഐ ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് ഹീലിംഗ്, എ ബോഡി ലൈക്ക് ഐ ഹാഡ് നോർമൽ ഐ ഷുഡ് ലിവ് ലൈക്ക് എ നോർമൽ പേഴ്സൺ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കുറേ പാട്ട് പാടുന്നതുകൊണ്ട് പാസ്റ്റർ എന്നെ അവിടുന്ന് കൈ കാണിച്ച് എന്നോട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. എൻ്റെ പാസ്റ്ററിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പെട്ടെന്ന് എനിക്ക് ഹോളി സ്പിരിറ്റിൻ്റെ വളരെ ഒരു പ്രസൻസ് എനിക്ക് ഫീലായി. ഞാൻ ടങ്സ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയപ്പം ജനറലി ഞാൻ വീട്ടിൽ പോയി പാരസിറ്റമോൾ കഴിക്കുന്നത് ഞാൻ അന്ന് മറന്നുപോയത് എനിക്ക് വേദന ഇല്ലായിരുന്നു. അന്ന് എൻ്റെ ഈ വേദനയും എൻ്റെ അസുഖത്തിൻ്റെ എല്ലാം ഒരു എൻഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സിംറ്റംസോ ഒരു പ്രശ്നങ്ങളോ ഇതുവരെ വന്നിട്ടില്ല.
തീർച്ചയായിട്ടും ആ വചനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ജീവിക്കുന്ന വചനങ്ങൾ. ഇതാ ശരിക്കും പറഞ്ഞ ദൈവവചനം നമുക്ക് തക്ക സമയത്ത് നമ്മളെ ബലപ്പെടുത്താൻ തക്കവണ്ണം നമ്മുടെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരും എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സ്നേഹ ആ സമയത്ത് ഇങ്ങനെ കർത്താവിൽ ബലപ്പെട്ടതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത് നിങ്ങളോട് രണ്ടുപേരോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും ആൻസേഴ്സ് ഞങ്ങൾക്ക് കേൾക്കണം. ഈ രോഗപ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നുപോയപ്പോൾ നിങ്ങളെ വ്യക്തിപരമായും കുടുംബമായും നിങ്ങളെ ഒരു മെച്യൂർ ക്രിസ്ത്യൻ എന്ന ഒരു ലെവലിലോട്ട് കുറച്ചും കൂടെ വളരാൻ തക്കുന്ന ഇടയായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ, എപ്രകാരം? എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഡിസീസും അങ്ങനെ ഒരു ക്രോണിക് സ്റ്റേജിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അത് നമ്മുടെ ലൈഫിൽ അതൊരു വളരെ ഒരു ടേണിങ് ഫേസ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ഭാവിയിൽ എന്താവുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ഇത് പ്രോഗ്നോസിസ് ഒന്നുമില്ല, ഇത് വളരെ ഒരു പുവർ ഡിസീസ് ആകുമ്പോൾ നമുക്കറിയാം അറ്റ് ദി എൻഡ് വി ഓൺലി ഹാവ് ജീസസ്, വി ഓൺലി ഹാവ് വൺ പേഴ്സൺ ടു ലുക്ക് അപ്പോൺ. ആ വിശ്വാസം എനിക്ക് തോന്നുന്നു എനിക്കിന്ന് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും എനിക്കൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 10+ months ഞാൻ സിക്കായിരുന്നു, ഓൺ ബെഡ് ആയിരുന്നെങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, വാട്ട് എവർ ഹാപ്പൻസ് ജീസസ് ഇസ് വിത്ത് മീ, ഹി വിൽ നെവർ ലീവ് മീ. കാരണം സ്പിരിച്വലി എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് അതിൻ്റെ ദുഃഖമുണ്ട്. ഞാൻ എന്നാലും ഈ യൂട്യൂബിലൊക്കെ ഞാൻ വചനങ്ങളൊക്കെ കേൾക്കും, ഞാൻ പാട്ട് കേൾക്കും. എനിക്ക് സ്പിരിച്വലി ദൈവം ഓരോരോ ദിവസം ഞാനിങ്ങനെ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എത്ര മിറക്യുലസ്ലി ആ ദൈവം എന്നെ ഹീലാക്കിയിട്ടുണ്ട്. ഈ ഹീലിംഗൊക്കെ പോസിബിൾ ആണ്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി ഞാൻ തന്നെ ഇങ്ങനെ ഓർക്കുമ്പം പറയുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയും. കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ ബൈ മാൻ. ഒരു ഡോക്ടേഴ്സ് ആസ് എ നേഴ്സ് എനിക്ക് തന്നെ അറിയാം എൻ്റെ ഈ ഡിസീസ് ഒരിക്കലും ഒരു ഹീലാവാത്ത ഒരു ഡിസീസ് ചിലപ്പോൾ ആയിരുന്നില്ല. പക്ഷെ ദൈവം അത് എത്ര നല്ലതായിട്ട് അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു, എന്നെ കരുതി. പക്ഷെ അപ്പോൾ അങ്ങനെ എൻ്റെ വിശ്വാസം ഡേ ബൈ ഡേ ദൈവത്തിൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം എനിക്ക് ദൈവം എന്നോട് എവറി ഡേ ജീസസ് ഈസ് ടു സ്പീക്ക് ടു മീ. ദൈവം ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണീര് തുടയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ലൈക്ക് ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, വൈ ആർ യു ക്രൈങ് ഫോർ തിങ്സ്, ഇതൊക്കെ ഞാൻ ഓക്കെ ആവും. ദൈവം എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളെ യു ഷുഡ് നോട്ട് പ്രേ ഹൗ ഐ ഷുഡ് ഹീൽ യു, ദാറ്റ് ഇസ് ഇൻ മൈ ഹാൻഡ്സ്, പ്രേ ദാറ്റ് യു നീഡ് എ ഹീലിംഗ്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് എത്ര സമയം എടുത്താലും എന്നെ ഹീൽ ചെയ്യണം. പക്ഷെ അങ്ങനെ എൻ്റെ ഫാദറിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഡെയിലി ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് എപ്പോഴും എന്തോ കൺസേൺ ഉണ്ട്. ഈ കുഞ്ഞു കാര്യങ്ങളിൽ പുറത്ത് ഒത്തിരി വരിയുണ്ട്. നാളത്തെ ജോലി എങ്ങനെയാവും, നാളെ എന്ത് ചെയ്യും, ഒത്തിരി ബൈബിളിൻ്റെ വചനമുണ്ട്. ആ വചനം എല്ലാം ഉണ്ട്. ആ വചനം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം ദൈവം ഒരുക്കി തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ കുഞ്ഞു വരികളെല്ലാം മാറ്റി ഈ ഹെൽത്ത് എല്ലാ ദിവസവും താങ്ക്സ് ഗിവിങ് ഒരു അപ്രോച്ചായിട്ട് വളരാൻ ദൈവം ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. അനീഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നും ജീവിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. ശ്വാസം എടുക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതും നടക്കാൻ കഴിയുന്നതും എല്ലാം ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നന്ദി പറഞ്ഞ് നമ്മൾ ജീവിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ അസുഖങ്ങളോട് പോകുമ്പോഴാണ് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ്, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ. തീർച്ചയായിട്ടും അത് വളരെ ഇൻസ്പയറിംഗ് ആണ് അനീഷ് പറഞ്ഞ കാര്യം. അടുത്തതായി ചോദിക്കാനുള്ളത്, നാളുകളിൽ ഈ വീഡിയോ, സ്നേഹയുടെ ഈ സൗഖ്യത്തിൻ്റെ വീഡിയോ പലരും കാണും. അപ്പോൾ ഇത് രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ദൈവിക രോഗസൗഖ്യം പ്രാപിച്ചവരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. എൻ്റെ ഫുൾ ജേർണിയിൽ എനിക്ക് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് വിശ്വാസം മാത്രമാണ് എൻ്റെ സാക്ഷ്യമെന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതയും ഇങ്ങനെ പ്രയാസമൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവത്തെ എപ്പോഴും നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഡൗട്ട്സും ഒത്തിരി വറീസും ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടെ വരും. കാരണം അത് സാധാരണ നമ്മളെ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ വറീസും ആങ്സൈറ്റിയിലോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഇന്നൊരു ഫ്യൂച്ചർ എന്തുവാ, നീ ഒരു നേഴ്സാണ്, നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, നിൻ്റെ പിള്ളേരെ നോക്കാൻ പറ്റത്തില്ല, അങ്ങനെ നമ്മളിങ്ങനെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക്
വി ഷുഡ് ഓൾവേസ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ബിക്കോസ് നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു പൈതലാണെങ്കിൽ ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഒക്കെ കാണും. പക്ഷെ അതിൽ കൂടെ ഒക്കെ നടക്കാനുള്ള കൃപയും ബലവും ദൈവം നമുക്ക് തരും. നമ്മളെ കൈ പിടിച്ച് ദൈവം നമ്മളെ നടത്തും. അതാണ് എൻ്റെ ടെസ്റ്റിമണി. കാരണം ദൈവം എന്നെ ഫുൾ എൻ്റെ ഈ ജേർണിയിൽ പഠിപ്പിച്ചത് ഞാൻ എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നു, എങ്ങനെ ദൈവത്തെ വിശ്വസിച്ചു, അത് തന്നെയാണ് എൻ്റെ സാക്ഷ്യം. അനീഷിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സത്യമാണെങ്കിൽ നമ്മൾ ചർച്ചിൽ എപ്പോഴും പോകുമ്പം പാസ്റ്റേഴ്സിൻ്റെ വചനങ്ങളെല്ലാം ഒത്തിരി കേൾക്കും. ഈ കാര്യങ്ങൾ ബൈബിൾ നമ്മൾ ഒത്തിരി റീഡ് ചെയ്യും, ഒത്തിരി സ്റ്റോറീസ് നമ്മളെല്ലാം ഇത് എപ്പോഴും റീഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് സത്യമാണോ? ഇങ്ങനത്തെ ഒരു ഡൗട്ട് വരുന്ന ഒത്തിരി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ജേർണി, ഇങ്ങനത്തെ ഒരു റീകവറി ജേർണിനകത്ത് പോകുമ്പം തന്നെ നമുക്ക് ആ കാര്യങ്ങളുടെ ഒരു ക്ലോസ്നെസ് മനസ്സിലാവും. ആ കാര്യങ്ങൾ ക്ലോസ്നെസ്സിൻ്റെ കാരണത്താൽ നമുക്ക് ശക്തമായിട്ട് പറയാൻ നോക്കും, ഓ ടേസ്റ്റ് ആൻഡ് സീ ഗോഡ് ഈസ് ഗുഡ്, ജീസസ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഡേയ്സ് ടു കം. എനിക്ക് പിന്നെ ലാസ്റ്റിൽ പറയാനുള്ളത്, ഡോണ്ട് ബിലീവ് ഇൻ യുവർ ഓൺ ലോജിക്, ഓൾവേസ് ബിലീവ് ഇൻ ഗോഡ്സ് മാജിക്. ദൈവം കരുതും, ദൈവം നടത്തും. ദൈവം എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. പിന്നിട്ട വഴികളുടെ ഒരു എപ്പിസോഡ് കൂടെ പൂർണ്ണമാകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ടെസ്റ്റിമണിയാണ്. വളരെ മാരകമായൊരു അസുഖത്തിൽ നിന്ന്, അതായത് ഒത്തിരി കാലം ഈ ട്രീറ്റ്മെൻറ്റ് വേണം, സൗഖ്യമാകുന്നതിൻ്റെ ഒരു പീരീഡ് ഒന്നും പറയാത്ത ഒരു സാഹചര്യത്തിൽ കർത്താവിലുള്ള വിശ്വാസം നിങ്ങളെ സ്നേഹയെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നത് അതൊരു സാക്ഷ്യമായി ഇന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അപ്രകാരം തന്നെ ഈ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം ഇതൊരു പ്രചോദനമായി തീരട്ടെ. നാളുകളിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ വരുമ്പോൾ മരുന്നിൽ മാത്രം ആശ്രയിക്കുന്നത് അല്ല, അതിനപ്പുറത്തായ ഒരു സൗഖ്യമുണ്ട്, ദൈവിക രോഗസൗഖ്യമുണ്ടെന്നുള്ളത് ആമേൻ ഇവിടെ സ്നേഹയുടെ സാക്ഷ്യത്തിലൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കേൾക്കുവാൻ തൊക്കിനിടയായി തീർന്നു. കടന്നു വന്ന നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു. I take this time to thank Manchester Pentecostal Church, especially Pastor Hans Thomas, for giving us this opportunity for this lovely time and conversation. May God bless you all. Thank you.